നമസ്കാരം. ഈ കേന്ദ്രം ഭരിക്കുന്നവർ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അരങ്ങേറിയ യൂത്ത് വിപ്ലവം അഥവാ പാറ്റ വിപ്ലവം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. പാർലമെന്റിലേക്ക് നടന്ന സമാധാനപരമായ സമരം. അവർ ഈ പ്രതിഷേധ സമരത്തിന് പോകുമ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്നത് പൂക്കളാണ്, മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ചിത്രമാണ്, അതിനോടൊപ്പം തന്നെ ഭരണഘടനയാണ്. ഇതെല്ലാം ഏന്തിക്കൊണ്ട് സമാധാനപരമായി ഈ നാട്ടിലെ യുവാക്കൾ നടത്തിയ പ്രതിഷേധ സമരം എങ്ങനെയാണ് അക്രമാസക്തമായത്? അതിനു നേരെ ഡൽഹി പോലീസ് ബലം പ്രയോഗിക്കുകയും അകാരണമായി അവരെ മർദ്ദിക്കുകയാണ് ചെയ്തത് ആണല്ലോ. അവരുടെ കൈവശം ഒരു ആയുധങ്ങളും ഇല്ലാതിരുന്ന ചെറുപ്പക്കാരാണ്. ആ ലാത്തി ചാർജിലും ഗ്രനേഡ് പ്രയോഗത്തിലും കണ്ണീർ വാതക പ്രയോഗത്തിലെല്ലാം ആർക്കായിരിക്കും കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യത? കാര്യം ഒരു കൂട്ടം ചെറുപ്പക്കാർ വരുമ്പോൾ വളഞ്ഞിട്ടടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ അകാരണമായി വളഞ്ഞിട്ടടിച്ചപ്പോഴാണ് അതിൽ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് എന്ന് കരുതിക്കൊണ്ട് അവർ ഒരു വൻ വയലൻസ് ആയി എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എങ്ങനെയാണ് പിന്നീട് ആ വാർത്തകൾ വരുന്നത് നോക്കി. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമമായ മനോരമയെ കൊണ്ട് നമ്മളോട് പറയിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടെ. ഈ ലോറി ഏതാണ്ടൊരു 5-6 മണിക്കൂർ നേരം അഭിജിത് ദീപ്കയും അതോടൊപ്പം സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആത്മോയും ഒക്കെ നിന്ന ലോറിയാണ്. പ്രകാശ് രാജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പേർ 5-6 മണിക്കൂർ നിന്ന ലോറിയാണ് ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടത്. കേട്ടല്ലോ, 108 പോലീസുകാർക്കും 18 IPSകാർക്ക് കേട്ടല്ലോ, വെറും കൈയായിട്ട് സമരം നടത്തിയവർ അവർ ഇത്രയും പേരെ പരിക്കേൽപ്പിച്ചു. എന്നാൽ എത്ര പ്രതിഷേധക്കാർക്കാണ് തിരിച്ച് പരിക്ക് പറ്റിയെന്ന് മനോരമ പറയുന്നുണ്ട്? 60 പേർക്ക് മാത്രം. ഇന്നലെ പല പല ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരെ മണിക്കൂറുകൾ തല്ലി ചതച്ച് കൈയും കാലും ഓടിച്ചു. അതായത് ബാറ്റൺ ഉപയോഗിച്ചൊക്കെയുള്ള അടിയും, ലാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പല്ലായിരുന്നു അവർ ഉപയോഗിച്ചത്. പിന്നെ അതിനോടൊപ്പം തന്നെ പലർക്കും നെയിം ബോർഡ് പോലും ഇല്ലാത്ത യൂണിഫോം ഇട്ടവരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് സംശയിക്കേണ്ടത്? അത് ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇവർ ആളെ ഇറക്കിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് നെയിം ബോർഡ് ഉണ്ടാകുമല്ലോ. പ്രതിഷേധ സമരം അല്ലെങ്കിൽ അല്ലാത്തവരായിക്കോട്ടെ, അവരുടെ ഷർട്ടുകളിലെല്ലാം പേരുണ്ടാകും. ഇങ്ങനെ ഉള്ളവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ലാത്തവരെയൊക്കെ ഇറക്കി അതിനോടൊപ്പം തന്നെ യൂണിഫോം ഇല്ലാത്തവർക്ക് കൂടി ലാത്തി കൊടുത്ത് ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചു, ഗ്രനേഡ് പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു. സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞോടുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കുന്നത് ആർക്കായിരിക്കാം? അതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പുറത്ത് മാധ്യമങ്ങളിലൂടെ ഇവർ എന്താണ് പ്രചരിപ്പിക്കുന്നത്? ആ പ്രതിഷേധക്കാർ അവർ രാജ്യദ്രോഹികളാണ്, അവർ പോലീസിനെ ആക്രമിച്ചു, അതുകൊണ്ടാണ് തിരിച്ചടിച്ചത്, ആ അടിച്ചതിൽ പോലീസുകാർക്കാണ് കൂടുതൽ പരിക്കേറ്റത്, കേവലം 60 പേരായിട്ടുള്ള സമരക്കാർക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ, അവർ അകാരണമായിട്ട് പോലീസിനെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കണം. അതിന്റെ തിരിച്ചുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് പോലീസിനെ തല്ലി, കേന്ദ്ര സേനയെ തല്ലി എന്നതിന്റെ പേരിൽ കുറെ പേരെ ജയിലിലടയ്ക്കും. അതിനുവേണ്ടി പൊതുവികാരം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വാർത്തകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ചെറുപ്പക്കാർ എന്തിനാണ് ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധത്തിന് വന്നത്? ഈ നാട്ടിലെ നീറ്റ് പരീക്ഷ, CBSE വാല്യൂ നിർണയം, മറ്റു ഉന്നത പരീക്ഷകളുടെ എല്ലാം ചോദ്യപേപ്പർ ചോർന്നതും അത് ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പരീക്ഷകളെല്ലാം സുതാര്യമല്ല, അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പ്രതിഷേധവുമായി വന്നത്. ആ വീഴ്ചയുടെ ഭാഗമായി 12ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആ ഒരു കാരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കേന്ദ്രന്മാർ പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ യുവാക്കളെല്ലാം പ്രജകളാണോ, അടിമകളാണോ? ചോദ്യം ചെയ്യാൻ പാടില്ലേ? അവർ ചോദ്യം ചെയ്തെന്നേ. ഇത്രയും ദിവസം പ്രതിഷേധിച്ചു. അവരുടെ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ ഉൾപ്പെടെയെല്ലാം പൊളിച്ചു നീക്കിക്കൊണ്ട് കാടത്ത സമീപനം സ്വീകരിച്ചത് ഈ നാട്ടിലെ പൗരന്മാർക്ക് നേരെ അധികാര കസേരകളിൽ ഇരിക്കുന്ന, അവർ കൂടി നികുതി കൊടുക്കുന്ന, അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനം ചെയ്താൽ ചോദ്യം ചെയ്യണ്ടേ? ചോദ്യം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അടിമകളാണ്, പ്രജകളാണ്. ഇവിടെ രാജഭരണ വാഴ്ചയല്ല, ജനാധിപത്യമാണ്. നിങ്ങൾ ഭരിക്കുന്ന വകുപ്പിൽ വീഴ്ച പറ്റി 12 കുട്ടികൾ മരണപ്പെട്ടെങ്കിൽ നിങ്ങൾക്കതിന് ഉത്തരവാദിത്തമുണ്ട്. ആ പണിക്ക് നിങ്ങൾ യോഗ്യനല്ല എന്നുള്ളത് അവർ പറയുന്നത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് മാധ്യമ വാർത്തകളിലൂടെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ അക്രമകാരികളായി ചിത്രീകരിച്ച് രാജ്യവിരുദ്ധരാക്കി മാധ്യമങ്ങളിലൂടെ ചാപ്പ കുത്തിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള നീക്കം നടത്തുന്നത്. അത് ജനം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഇത് കാട്ടിക്കൊണ്ട് പറയാനുള്ളത്.